സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, കേരള കോൺഗ്രസ് എം LDF വിട്ടുപോകാതിരിക്കാൻ CPM ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് എമ്മിന് നൽകാം എന്ന ഉപാധി അങ്ങോട്ട് വയ്ക്കുകയാണോ അതോ കേരള കോൺഗ്രസ് എം മുന്നണിക്കുള്ളിൽ ആവശ്യപ്പെടുകയാണോ ചെയ്തത്? ദിവ്യ, CPM ഈ സീറ്റ് ഏറ്റെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതായത് ആന്റണി രാജു അയോഗ്യനായതിനു ശേഷം ഈ സീറ്റ് CPM തന്നെ ഏറ്റെടുക്കാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ പുതിയ സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസ് എം LDF വിടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇവരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം എന്നോണം CPM തന്നെ ഈ സീറ്റ് ഒരുപക്ഷെ കേരള കോൺഗ്രസിന് നൽകാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയതായിട്ടുള്ള സൂചന ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഈ സീറ്റ് കേരള കോൺഗ്രസ് എം തന്നെ CPM-നോട് ആവശ്യപ്പെടും എന്നുള്ള കാര്യമാണ് ഇപ്പോ ജില്ലാ അധ്യക്ഷൻ സഹായദാസ് മീഡിയ വണ്ണിനോട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ സംസ്ഥാന നേതൃത്വം ഈ സീറ്റ് തിരുവനന്തപുരം മണ്ഡലം വേണമെന്നുള്ള ആവശ്യം LDF-നെ അറിയിക്കുമെന്നുള്ള കാര്യം അദ്ദേഹവും അത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കം കേരള കോൺഗ്രസ് എം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സഹായദാസിന്റെ പേരും ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SS മനോജിന്റെ പേരും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം ഈ സീറ്റ് ആന്റണി രാജു മത്സരിച്ച് ജയിച്ച സീറ്റാണ്. അതുകൊണ്ട് തന്നെ ആന്റണി രാജു നേരത്തെ പറഞ്ഞിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകണമെന്നൊക്കെ ഉള്ള കാര്യം. പക്ഷേ ഈ കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം തന്നെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ള. എന്തായാലും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കേരള കോൺഗ്രസ് ഇക്കാര്യം വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക.